ഒരു സമയത്ത് അങ്ങനെ എല്ലാത്തിനോടും ഒരു ഇഷ്ടം. പ്രണയം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രായത്തിന്റെ ഒരു വ്യത്യാസം എന്ന് എനിക്ക് പറയാൻ പറ്റും. അത്ര തന്നെ. താങ്കളുടെ ഒരു ജീവിതത്തിൽ പ്രണയം എങ്ങനെയായിരുന്നു? ആദ്യ ഒരു പ്രണയം അങ്ങനെയൊന്നുമില്ല. പ്രണയം ഉണ്ടായിട്ടില്ല. പ്രണയം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടും ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനോടും നമുക്ക് പ്രണയം തോന്നാൻ പറ്റില്ല. എനിക്ക് എന്നോട് തന്നെയാണ് ഏറ്റവും വലിയ പ്രണയം. അത് പഴയ ന്യൂ ജനറേഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം, പഴയ കാലത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാവും. സ്നേഹം എപ്പോഴും പ്രണയം എപ്പോഴും ഒരുപോലെയാണല്ലോ എല്ലാ കാലത്തും. ആളുകളുടെ മനസ്സിനുള്ളിൽ ഇഷ്ടം എപ്പോഴും ഡെപ്തൊക്കെ ഒരുപോലെയൊക്കെ തന്നെ. പിന്നെ അത് പ്രകടിപ്പിക്കുന്ന രീതികൾ, നമ്മൾ പണ്ടൊക്കെ എഴുത്തെഴുതിയാണല്ലോ നമ്മൾ ഒരാളെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. എത്രയോ കഷ്ടപ്പെട്ടാണ് നമ്മളുടെ ഒരു വിഷമം പോലും പറയും. ഇപ്പം എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, ഫോണെങ്കിൽ ഫോൺ ചെയ്യാം, മെസ്സേജ് അയക്കാം. അപ്പം കുറച്ച് ആളുകൾ തമ്മിലുള്ള ബന്ധം തുടർന്നുകൊണ്ട് പോകാനുള്ള മാധ്യമങ്ങൾ കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. പണ്ട് അങ്ങനെയില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രണയത്തിന് വാല്യൂസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. പഴയ കാലം അങ്ങനെയല്ലല്ലോ. തീർച്ചയായിട്ടും ഒരാളെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുള്ള ജീവിതമായിരുന്നല്ലോ പണ്ടത്തെ കാലത്ത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഡിസംബർ 22 റിലീസാവുന്ന അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്ന കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ കൃഷ്ണ തുളസി ബായാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത്? ഈ സിനിമയിലേക്ക് എത്തിയത് അഷ്റഫിക്കയുടെ വൈഫാണ് എന്നെ സെലക്ട് ചെയ്തത്. അത് പിന്നെ അദ്ദേഹം വിളിച്ചു, സംസാരിച്ചു. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരാൾക്കൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്നതൊരു ഭാഗ്യമായി കരുതുന്നു. എന്താണ് സിനിമയുടെ ക്യാരക്ടർ? നായകൻ്റെ അമ്മയുടെ കഥാപാത്രമാണ്. ഒരു ക്രിസ്ത്യൻ കഥാപാത്രമാണ്. പഴയ കാലത്തെ ചട്ടയും മുണ്ടൊക്കെ ഇട്ട് ഭയങ്കര വ്യത്യസ്തമായൊരു കഥാപാത്രമാണ്. കുറച്ച് കഷ്ടം പോലെ തോന്നിയെങ്കിലും നല്ല രസമായിരുന്നു. മുഴുനീള റോളാണോ? മുഴുനീള റോളാണ്. എന്താണ് സിനിമയുടെ കഥ കേട്ടപ്പോൾ തോന്നിയത്? കഥ കേട്ടപ്പോൾ ഇഷ്ടമായി, അത്ര തന്നെ. കഥ പറയാൻ പറ്റില്ലല്ലോ. കഥ കേട്ടപ്പോൾ തന്നെ തീർച്ചയായിട്ടും വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാവം അമ്മയാണ്. അപ്പം ഇഷ്ടമായി ആ കഥാപാത്രം. ഇപ്പൊ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, ഇപ്പൊ സിനിമയിലേക്ക് വന്നു. ഏതാണ് കൂടുതൽ കംഫർട്ട്? അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. രണ്ടും നമ്മളുടെ ഇതുപോലെയാണ്. എനിക്ക് രണ്ടും ഒരുപോലെ തന്നെ. സീരിയലെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. രണ്ടും നമ്മളുടെ ആണ്. എങ്കിലും എനിക്ക് രണ്ടും ഇഷ്ടമാണ്. സീരിയലാകുമ്പോൾ സീരിയലിൻ്റെതായിട്ടുള്ള പരിമിതികൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. തീർച്ചയായിട്ടും. ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് എല്ലാവരും നമ്മളോട് പറഞ്ഞ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാറുണ്ട്. അത് രണ്ട് കാരണവും സംഭവിക്കാറുണ്ടല്ലോ. അത് ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചില സിനിമകളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനോട് ആത്മാർത്ഥത പുലർത്തുക, അത്ര തന്നെ. ഇപ്പൊ അടിയന്തരാവസ്ഥ കാലത്തെ ഒരു അനുരാഗം അല്ലെങ്കിൽ ആ കാലത്തെ ഒരു പ്രണയമാണല്ലോ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് എന്തായിരുന്നു പഴയ കാലത്തിലേക്ക്? ഇല്ല, പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. പിന്നെ ക്രിസ്ത്യൻ കുടുംബമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട്. അപ്പം അവരെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ മാനസങ്ങളൊക്കെ ഓൾറെഡി അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഡയറക്ടർ എല്ലാം പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യൂ എല്ലാവരും തന്നെ. അതൊരു വലിയ സഹായമായിരുന്നു. ഇപ്പൊ നായകന്റെ അമ്മയായിട്ടാണ്. അതെ. എങ്ങനെയാണ് നായകന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രണയത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണോ അതോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. എങ്ങനെയുള്ളൊരു അമ്മയാണ്? ഒരു പാവം അമ്മ തന്നെയാണ്. പാവം അമ്മയാണ്. ഇപ്പൊ ഈ അനുരാഗം എന്ന് പറയുമ്പോൾ ഒരു ഇൻഫാക്ച്വേഷൻ ആണ്. അനുരാഗവും പ്രണയവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? മനസ്സിലായി. അനുരാഗത്തിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇൻഫാക്ച്വേഷൻ ആണ്. അത് ആരോടാണെങ്കിലും തോന്നുന്നു. അനുരാഗം തന്നെയാണ് പ്രണയവും. അല്ല, അനുരാഗം എന്ന് പറയുമ്പോൾ ഇൻഫാക്ച്വേഷൻ ആണ്. നമുക്കിപ്പോ എത്ര പേരോടാണെങ്കിലും നമുക്കൊരു ഇൻഫാക്ച്വേഷൻ തോന്നും. അതെ. പക്ഷെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരാളോട് തോന്നുന്ന ഒരു ഇതല്ല. അതൊരു പ്രായത്തിന്റെയാണ്. ഒരു സമയത്ത് ഒരു കൗമാരകാലത്തൊക്കെ നമുക്ക് എല്ലാത്തിനോടും ഇഷ്ടം തോന്നും. കണ്ടിട്ടില്ലേ നമ്മളുടെ കുട്ടികളുടെയൊക്കെ മുറികളിലൊക്കെ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് പ്ലെയേഴ്സും. അപ്പം അവർക്ക് ഒരു സമയത്ത് അങ്ങനെ എല്ലാത്തിനോടും ഒരു ഇഷ്ടം. പ്രണയം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രായത്തിന്റെ ഒരു വ്യത്യാസം എന്ന് എനിക്ക് പറയാൻ പറ്റും. അത്ര തന്നെ. താങ്കളുടെ ഒരു ജീവിതത്തിലെ പ്രണയം എങ്ങനെയായിരുന്നു? ആദ്യ ഒരു പ്രണയം? അങ്ങനെയൊന്നുമില്ല. പ്രണയം ഉണ്ടായിട്ടില്ല. പ്രണയം ഉണ്ടായിട്ടില്ല. എല്ലാവരോടും ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനോടും നമുക്ക് പ്രണയം തോന്നാൻ മതി. എനിക്ക് എന്നോട് തന്നെയാണ് ഏറ്റവും വലിയ പ്രണയം. സ്വയം ഇഷ്ടപ്പെടുന്ന. തീർച്ചയായിട്ടും. നമ്മുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ സ്ട്രഗിളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രണയമാണോ നമ്മുടെ സിനിമയിൽ? അടിയന്തരാവസ്ഥക്കാലം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. കാണും. എല്ലാ പ്രണയത്തിനും അത്രയും
കഷ്ടപ്പാടുണ്ട്. അതെ അതെ, എല്ലാ സ്നേഹത്തിനും ദുഃഖങ്ങളുണ്ടല്ലോ. ഇപ്പം ഈ ഒരുപാട് ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ ഹിറ്റാവുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഒരു പഴയ കാലത്തെ ഒരു സിനിമ നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റിലീസ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കാമെന്ന് വിചാരിക്കുന്നത്? അത് പഴയ ന്യൂ ജനറേഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം, പഴയ കാലത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാവും. സ്നേഹം എപ്പോഴും പ്രണയം എപ്പോഴും ഒരുപോലെയാണല്ലോ എല്ലാ കാലത്തും ആളുകളുടെ മനസ്സിനുള്ളിൽ. ഇപ്പോൾ പഴയ കാലത്തെ പ്രണയം പുതിയ കാലത്തെ പ്രണയം തമ്മിൽ വ്യത്യാസം വന്നായിട്ട് തോന്നുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഇഷ്ടം എപ്പോഴും ഡെപ്തൊക്കെ ഒരുപോലെയൊക്കെ തന്നെ. പിന്നെ അത് പ്രകടിപ്പിക്കുന്ന രീതികൾ, നമ്മൾ പണ്ടൊക്കെ എഴുതിയാണല്ലോ നമ്മൾ ഒരാളെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. എത്രയോ കഷ്ടപ്പെട്ടാണ് നമ്മളുടെ ഒരു വിഷമം പോലും പറയും. ഇപ്പം എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, ഫോണെങ്കിൽ ഫോൺ ചെയ്യാം, മെസ്സേജ് അയക്കാം. അപ്പം കുറച്ച് ആളുകൾ തമ്മിലുള്ള ബന്ധം തുടർന്നുകൊണ്ട് പോകാനുള്ള മാധ്യമങ്ങൾ കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. പണ്ട് അങ്ങനെയില്ല. പ്രണയത്തിന് വാല്യൂസ് ഒക്കെ കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രണയത്തിന് വാല്യൂസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. പഴയ കാലം അങ്ങനെയല്ലല്ലോ. തീർച്ചയായിട്ടും ഒരാളെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചുള്ള ജീവിതമായിരുന്നല്ലോ പണ്ടത്തെ കാലത്ത്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം കുറച്ചൊക്കെ നമ്മൾക്കുണ്ടാവുന്ന ഒരു തകർച്ചയും സർവൈവ് ചെയ്യാൻ ആളുകൾക്ക് കുറച്ചൊക്കെ ഈസിയാണ്. പണ്ട് അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് ധാരാളം നിരാശാ കാമുകന്മാരുണ്ടായത്. ഉണ്ട്, പക്ഷെ അതിനെ കുറച്ചൊക്കെ സർവൈവ് ചെയ്യുന്നുണ്ട്. പണ്ട് തകർന്നു പോവില്ലായിരുന്നു. സൗഹൃദങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലുണ്ടാകുന്നത് കൊണ്ടാവാം, അറിയില്ല. ഒരു ആക്ടർ എന്ന നിലയിൽ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്താണ് താങ്കളുടെ? അറിയില്ല. എല്ലാം ഓക്കെയാണോ? എല്ലാം കുഴപ്പമില്ല. എനിക്കങ്ങനെ സങ്കടങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, അതൊക്കെ ഉള്ളൂ. അങ്ങനെ ടെൻഷൻ എന്ന് പറയുമ്പോൾ വിട്ടുപോകാത്ത ഒരു അവസ്ഥയാണ്. കഥാപാത്രം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇരിക്കും. പിന്നെ അന്നേരം എടുക്കുന്ന ആ സ്ട്രഗിള് കുറേ സമയത്തേക്കിനൊക്കെ ഉണ്ടാവും. അത്രയൊക്കെ ഉള്ളല്ലോ. അത് ഒരു വീക്ക്നെസ് അങ്ങനെയൊന്നുമില്ല. ഏത് ക്യാരക്ടറും ചെയ്യാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും. ഇതില് അമ്മയായിട്ടാണ്. അതെ അതെ. ഇത് ഏത് ക്യാരക്ടറും എന്നല്ല, പിന്നെ എനിക്ക് ആ കഥ ഇഷ്ടപ്പെടണം, പിന്നെ എന്നെയും കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടാവണം, എങ്കിൽ ചെയ്യും. എന്തോ എങ്കിൽ മാത്രമാണ് അത്. തീർച്ചയായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് വേണം. എന്തോ ഇല്ല ഇല്ല, എനിക്ക് ധാരാളം വരാറുണ്ട്. പിന്നെ ധാരാളം വരാറുണ്ട്. അല്ല, ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. മിലൻ സിനിമയിൽ ഞാൻ അമ്മവേഷമാണ് ചെയ്തേക്കണേ. പിന്നെ അതൊക്കെ കണ്ടപ്പോഴാണ് ഇതിനകത്തേക്ക് അഷ്റഫിക്കയുടെ വൈഫ് വിളിച്ചത്? അല്ല, അതിന് മുമ്പ് തന്നെ. ഇത് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് 1 വർഷമായല്ലോ. 1 വർഷം മുമ്പായിരുന്നു ഷൂട്ട്? 1 വർഷം മുമ്പായിരുന്നു. ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? വക്കമായിരുന്നു. നല്ല വക്കം. അത് കൊല്ലം. പാരിപ്പള്ളി കഴിഞ്ഞിട്ട് പോണ സ്ഥലം. നല്ല ഭംഗിയുള്ള സ്ഥലം. ശരിക്കും അവിടെയൊക്കെ നല്ല രസമായിരുന്നു ഷൂട്ടിംഗ്. 1975 കാലഘട്ടമാണ് കാണിക്കുന്നത്. അതെ അതെ. അത്രയും ഒരു പാടില്ല. ഇല്ല, ആ സ്ഥലങ്ങളും ഒക്കെ കുറച്ച് നല്ല പഴയ കാലത്തെ ഗ്രാമപ്രദേശം. അല്ല, അവരൊക്കെ സ്ഥലങ്ങളൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിരുന്നു. അതുപോലൊക്കെ ഏകദേശം. ഒന്നുമില്ല, ഇങ്ങനെ തന്നെ പോട്ടെ. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. വരുന്ന സിനിമകളോ അല്ലെങ്കിൽ സീരിയലുകളോ എല്ലാം എനിക്ക് കംഫർട്ടബിൾ സോണിൽ നിന്ന് വർക്ക് ചെയ്യും, അത്ര തന്നെ. ഇപ്പം നിലവിൽ ചെയ്യുന്ന സീരിയലുകൾ സുന്ദരി, സൂര്യ TV, സി കേരളം, കുടുംബശ്രീ ശാരദ. ഇപ്പം തൽക്കാലം 2 എന്നാലും സിനിമയിലൂടെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാം. സിനിമയിലേക്ക് രണ്ടും കൂടെ ചെയ്യണമെങ്കിൽ എല്ലാ ചാനലിലും ചെയ്തിട്ട് കാര്യമില്ല. ഏതൊക്കെ സിനിമകളാണ് ഇനി വരാനിരിക്കുന്നത്? അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗമുണ്ട്. മിലൻ വന്നിട്ടില്ല. പിന്നെ മൺവിളക്ക് എന്ന് പറയുന്നൊരു മൂവി വരാനുണ്ട്. അതൊക്കെയാണ് ഇനി വരുന്ന പ്രൊജക്റ്റുകൾ. എന്തായാലും നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാവരും കാണണം, വിജയിപ്പിക്കണം. കഥാപാത്രങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായാതെ ഇരിക്കട്ടെ, അത്ര തന്നെ. അപ്പോൾ എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഗംഭീര വിജയമായി തീരട്ടെ ആശംസിക്കുന്നു. താങ്കൾക്കും നല്ല നല്ല ഒരുപാട് റോളുകൾ, താങ്കൾ ആഗ്രഹിക്കുന്ന റോളുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.